നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. കേരള ജനത ഒരു കാലത്ത് നെഞ്ചിലേറ്റിയ കലാകാരനായിരുന്നു അഞ്ചൽ കരുകോൺ സ്വദേശി ഷിബു. ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയ ഷിബു ഇന്ന് ദുരിതക്കയത്തിലാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിൽ കാലവർഷമെത്താൻ വൈകുന്നു. വെള്ളിയാഴ്ചയോടെ മഴയെത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. വെൽഫെയർ പാർട്ടി ഭൂസമര സമിതിയുടെ ആഭിമുഖ്യത്തിൽ അഞ്ചൽ വില്ലേജ് ഓഫീസിലേക്ക് പ്രകടനം നടത്തി. ഗായകനായ അഞ്ചൽ കരുകോൺ സ്വദേശി ഷിബു ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി കഴിയുന്നത് ദുരിതക്കയത്തിൽ. YCMന്റെ നേതൃത്വത്തിൽ പാണയം ഗവൺമെന്റ് വെൽഫെയർ ലോ പ്രൈമറി സ്കൂളിലെ 65ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. റബ്ബർ വിലയിടിവ് തടയുമെന്ന് സർക്കാർ പറയുമ്പോഴും റബ്ബർ കർഷകർ ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. കേരള ജനത ഒരു കാലത്ത് നെഞ്ചിലേറ്റിയ കലാകാരനായിരുന്നു അഞ്ചൽ കരുകോൺ സ്വദേശി ഷിബു. ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയ ഷിബു ഇന്ന് ദുരിതക്കയത്തിലാണ്. ADV ന്യൂസ് എക്സ്ക്ലൂസീവ്. ിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന സംഗീത റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ചൽ കരുകോൺ സ്വദേശി ഷിബു മലയാളികളുടെ ഇഷ്ടഗായകനായത്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ദുരന്തം പക്ഷാഘാതത്തിന്റെ രൂപത്തിൽ ഷിബുവിനെ പിടികൂടുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് ബ്ലഡ് പ്രഷർ കുറഞ്ഞ് ഷിബുവിന്റെ വലത് ഭാഗം തളർന്ന് കിടപ്പിലായി. ചികിത്സയ്ക്കായി വീടും വസ്തുവും വിൽക്കേണ്ടി വരികയും ചണ്ണപ്പെട്ട സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 20,000-ഓളം രൂപ കടം വാങ്ങേണ്ടിയും വന്നു. ഒരുവിധം സുഖമില്ലാതെ ഇരിക്കുകയാണ്. ഒരു വശം തളർന്നുപോയി, വയ്യാതിരിക്കുകയാണ്. ഇനി ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വിചാരിച്ചാലേ ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ ഒരു അര വർഷം, അതായത് ഒരു 6 മാസം നമ്മൾ ചികിത്സിച്ചു. പിന്നെ ഇനിയിപ്പോൾ ചികിത്സിക്കാനും എടുക്കാനൊന്നും പറ്റത്തില്ല. കാര്യം പൈസയും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ വസ്തു വിറ്റിട്ട് ഇപ്പം ബാങ്കിൽ കടന്ന പൈസയും എടുത്തു, എന്നിട്ടും തികഞ്ഞില്ല. എന്നിട്ട് നമ്മൾ ഒരു വശം തളർന്ന് ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. ഇനി ഒരു വർഷമായി ഇങ്ങനെ കണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഇനി നമുക്ക് ഈ ചികിത്സിച്ച് ഈ അസുഖമെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഈ അസുഖം കൊണ്ട് തന്നെ പിന്നെ ഉള്ള കാലം ജീവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം. ചിലവേറിയ ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ഷിബുവിന് കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിഞ്ഞത്. എങ്കിലും വലതുഭാഗത്തിന് ഇപ്പോഴും ചലനശേഷിയില്ല. ഷീറ്റുമേഞ്ഞ കുഞ്ഞു വീട്ടിലാണ് ഷിബുവും ഭാര്യ ലിജിയും അമ്മ തങ്കമ്മയും സഹോദരനും കഴിയുന്നത്. കൂലിപ്പണിക്ക് പോയാണ് തങ്കമ്മ വീട് പുലർത്തുന്നത്. 1 വർഷം കൊണ്ട് അവന് ചികിത്സ ഇല്ലാതെ, എണ്ണയില്ല, തൈലമില്ല, ചികിത്സയില്ല, മെഡിക്കലിലും പോകുന്നില്ല, എങ്ങും പോകുന്നില്ല. പോകാനെ കൊണ്ട് നിവർത്തിയില്ല, കൈ നിവർത്തിയില്ല. ഞാൻ ഒരു 8 പോച്ച ചേർത്താൽ ഞാൻ വീട്ടിലെ ചിലവ് നോക്കാനേ പറ്റൂ. അല്ലാതെ ചികിത്സയ്ക്കൊന്നും പൈസയില്ല. ഒരു 4 ലക്ഷം രൂപ വരെ ഞാൻ ചിലവാക്കി ഇത്രയും മേൽ ആക്കി നടക്കുന്നുണ്ട്. അല്ലാതെ അവൻ നേരത്തെ ഗാനമേളയ്ക്ക് പോകുമായിരുന്നു, പരിപാടിക്ക് പോകുമായിരുന്നു, എല്ലാത്തിനും പോകുമായിരുന്നു. ഇപ്പം അവന് ഈ 1 വർഷം കൊണ്ട് ഇതൊന്നും നേരിൽ നിൽക്കുന്നില്ല. ഇങ്ങനെ ബുദ്ധി ഇങ്ങനെ മറിഞ്ഞ് പോവുകയെന്ന്. പിന്നെ ഇപ്പം ചികിത്സിക്കാനെ കൊണ്ട് എനിക്ക് യാതൊരു നിവൃത്തിയില്ല. അങ്ങനെ ആകെ വിഷമത്തിലാണ്. ഇപ്പം ജോലിക്കും എനിക്ക് പോകാൻ വയ്യ. ഇപ്പോൾ നേരത്തെയൊക്കെ ഞാൻ വിചാരിച്ച അവനെ ഇതിൽ നിന്നൊക്കെ അവനെ നേടിയെടുക്കാമായിരുന്നു. എന്നിട്ട് ഞാൻ മരിച്ചതിനെ ഇത്രയും ആക്കിയെടുത്ത് 4 ലക്ഷം രൂപ വരെ ഞാൻ ചിലവാക്കി ഇത്രയും ആക്കിയെടുത്ത് നമ്മൾ നേരത്തെ കിടന്ന വീടും വസ്തു എല്ലാം കൊടുത്ത് അവനെ ചികിത്സിച്ച്. പിന്നെ ഇപ്പം ഞാൻ ഇച്ചിരി വാങ്ങിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഒരു കൊച്ചു മാടം വെച്ച് 4 ഇഞ്ച് കട്ട കെട്ടി ഒരു കൊച്ചു മാടം വെച്ച് ഒരു വീടില്ല. അങ്ങനെ
ഒരു കൊച്ചിനെയൊക്കെ വിളിച്ച് അവനെ വന്ന് ഏൽപ്പിച്ച് അതാണ് ഉപ്പ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ നേരം വെളുത്ത് ഇറങ്ങിപ്പോയാൽ പോച്ച ചേർത്തിട്ട് ഞാൻ വന്ന് എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ ഒത്തും കൊടുക്കും. ഞാൻ എത്ര കാലം കൊടുക്കാനാണ്? അതുകൊണ്ട് ചികിത്സിക്കാൻ ഒരു നിവൃത്തിയില്ല. ആരെങ്കിലും എന്തെങ്കിലും സഹായിച്ചാൽ ചികിത്സിക്കാം. ചികിത്സിച്ച് നേരെ ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. മെഡിക്കലിലാണ് അവൻ്റെ ചികിത്സ ആയിരുന്നേ. അസുഖബാധിതനായ ഷിബുവിന് ഓർമ്മക്കുറവുമുണ്ട്. പാട്ട് പാടാനും കഴിയാറില്ല. എങ്കിലും ഏറെ നേരം കൊണ്ട് ഓർത്തെടുത്ത് ഒരു ഗാനം ADV ന്യൂസിനു വേണ്ടി ഷിബു ആലപിച്ചു. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാഹ്നം പോലെ, ശുഭസായാഹ്നം പോലെ, തെളിദീപം കരിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ. അത്രയേ ഉള്ളൂ, അത്ര പാടാം. പ്രശസ്തിയുടെ ഉയരങ്ങളിൽ നിന്നും വിധിയുടെ കറുത്ത നിഴലിലേക്ക് വീണുപോയ ഷിബുവിനെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ആരും രംഗത്തെത്തിയിട്ടില്ല. കരുകോൺ കുട്ടിനാട് പുഞ്ചക്കോണത്ത് താമസിക്കുന്ന ഷിബുവിന്റെ വീട്ടിലെത്താൻ 1/2 കിലോമീറ്ററോളം നടക്കണം. ഗതാഗത മാർഗമോ തെരുവ് വിളക്കുകളോ ഇവിടെയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മൾ വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 2 പേർക്ക് കഷ്ടിച്ച് കിടക്കാൻ പോലും പറ്റത്തില്ല വഴി. പിന്നെ ആണെങ്കിൽ രാത്രിയായി കഴിഞ്ഞാൽ വഴികളൊക്കെ ഒന്നുമില്ല. ആരും തിരിഞ്ഞു നോക്കുന്ന പോലും ഇങ്ങോട്ട്. റോഡും ഇല്ല. റോഡ് പകുതി വെട്ടിയായിരുന്നു, പിന്നെ അത് കളഞ്ഞു. അതിപ്പോൾ മൊത്തം കാടിൽ കിടക്കുക. കഷ്ടിച്ചൊരു കൊച്ചു വണ്ടി പോലും വരാൻ പറ്റില്ല കൂടെ. വയ്യാതെങ്ങാനും ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കൊണ്ടുപോകാൻ, വയ്യാതായി കഴിഞ്ഞാൽ. ഷിബുവിന്റെ അവസ്ഥ കണ്ട് സുമനസ്സുകൾ സഹായഹസ്തവുമായി രംഗത്തെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഭർത്താവ് മരണപ്പെട്ട ചന്ദ്രമതിക്ക് ഇനി ആരെയും പേടിക്കാതെ മകളോടൊപ്പം അന്തിയുറങ്ങാം. സൗപർണിക പുരുഷ സ്വയം സഹായ സംഘവും CPM-ഉം സംയുക്തമായി ചന്ദ്രമതിക്ക് വീട് നിർമ്മിച്ച് നൽകുന്നു. ഭർത്താവ് മരണപ്പെട്ട ചന്ദ്രമതിക്ക് ഇനി മകളോടൊപ്പം അന്തി ഉറങ്ങാം, ആരെയും പേടിക്കാതെ. നെട്ടയം പുത്തുകുഴി സജീവിലാസത്തിൽ ചന്ദ്രമതിക്കാണ് സൗപർണിക സ്വയം സഹായ സംഘവും CPIM-ഉം സംയുക്തമായി വീട് നിർമ്മിച്ച് നൽകുന്നത്. ഭർത്താവ് മരണപ്പെട്ട ചന്ദ്രമതി രോഗാവസ്ഥയിൽ കഴിയുന്ന മകളോടൊപ്പം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന വീട്ടിലായിരുന്നു കഴിഞ്ഞു വന്നത്. ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK സോമശേഖരപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സംഘം വൈസ് പ്രസിഡന്റ് G രാജേന്ദ്രൻ നായർ സ്വാഗതം ആശംസിച്ചു. വീട് നിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ കർമ്മം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ നിർവഹിച്ചു. സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് തറക്കല്ലിട്ടുകൊണ്ട് തുടക്കം കുറിച്ചിട്ടുള്ള ഈ ഭവന നിർമ്മാണ പദ്ധതിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തന്നെ നാമമാത്രമായിട്ടുള്ള സംഘത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ തുടക്കത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളുടെയും സുമനസ്സുകളുടെ നിർലോഭമായിട്ടുള്ള സഹായം സൗവർണിക പുരുഷ സ്വയം സഹായ സംഘത്തിന് ഉണ്ടാകണമെന്ന് തുടർന്ന് സഖാവ് അജയൻ, T അഫ്സൽ, NK രമേശൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വെൽഫെയർ പാർട്ടി ഭൂസമര സമിതിയുടെ ആഭിമുഖ്യത്തിൽ അഞ്ചൽ വില്ലേജ് ഓഫീസിലേക്ക് പ്രകടനം നടത്തി. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞത് വെറും പാഴ്വാക്കാണെന്നാരോപിച്ച് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭൂരഹിതർ അഞ്ചൽ വില്ലേജ് ഓഫീസിലേക്ക് പ്രകടനം നടത്തി. അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഭൂസമര ജാഥയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഭൂരഹിതർക്ക് വേണ്ടി നടത്തുന്ന ആദ്യത്തെ പ്രകടനത്തിന്റെ ഉദ്ഘാടനം സലീം മൂലയിൽ നിർവഹിച്ചു. ഈ വർഷം ഡിസംബർ അവസാനത്തോടുകൂടി അവസാനത്തെ ഭൂരഹിതനും ഭൂമി കിട്ടും വരെ പ്രകടനങ്ങൾ നടത്തുമെന്നും സലീം മൂലയിൽ പറയുകയുണ്ടായി. വെൽഫെയർ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് കേരളത്തിലെമ്പാടും ഭൂരഹിതരെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധത്തിൻ്റെ തീച്ചൂളയിലാണ്. അഞ്ചലിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഈ ഭൂരഹിതർ ഈ വില്ലേജ് ഓഫീസിൻ്റെ അകത്തളങ്ങളിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഭൂമി എന്തിയെ സാർ, ഇപ്പോൾ ഞങ്ങൾ കൂട്ടായാണ് വരുന്നത്. ഇത് സമാധാനപരമായി ഞങ്ങൾ വന്നിട്ട് പോകുന്നു. എത്രയും പെട്ടെന്ന് അഞ്ചൽ വില്ലേജ് ഓഫീസർ ഇതിൻ്റെ പ്രതിഷേധം മുകൾത്തട്ടിൽ അറിയിക്കുകയും അഞ്ചൽ വില്ലേജ് പരിധിയിലുള്ള മിച്ച ഭൂമി ഉൾപ്പെടെയുള്ള ഭൂമികൾ സർക്കാർ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഇവർക്കുള്ള പ്രശ്നം പരിഹരിക്കണം എന്നാണ് സമാധാനപരമായി ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ പ്രതിഷേധം ഇനി താലൂക്കുകളിലായാലും കളക്ട്രേറ്റിലായാലും സെക്രട്ടേറിയറ്റിലായാലും ഇത് വ്യാപിക്കുക തന്നെ ചെയ്യും. അതുവരെ വെൽഫെയർ പാർട്ടി സമരരംഗത്തായിരിക്കും. ഈ ഭൂരഹിതരായിട്ടുള്ള ഓരോ മനുഷ്യർക്കും അവസാന ഭൂമി
അവസാനം ഉള്ള വ്യക്തിക്കും ഭൂമി കിട്ടുന്നവരെ പാർട്ടി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എവർക്കും വിപ്ലവാഭിവാദ്യങ്ങൾ. പാവപ്പെട്ടവനെ തലചായ്ക്കുവാൻ സ്വന്തമായി ഒരു ഭൂമി നേടിക്കൊടുക്കുവാൻ തങ്ങളാൽ കഴിയുന്നത് എത്രയും ചെയ്യുമെന്നും സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പോരാടുമെന്നും സമരാനുകൂലികൾ പറയുകയുണ്ടായി. ഇനി ഒരൊറ്റ ഭൂരഹിതനും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വില്ലേജ് ഓഫീസുകളുടെ പടി കയറി ഇറങ്ങണ്ടെന്നും നമുക്ക് കൂട്ടായി വിജയം കാണും വരെ പ്രയത്നിക്കാമെന്നും സമരസമിതി കൺവീനർ ഷെഫീഖും അഭിപ്രായപ്പെട്ടു. തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KB മുരളി, മണ്ഡലം കമ്മിറ്റി അംഗമായ അൻസാരി അഞ്ചൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സെന്റ് പോൾ മലങ്കര കത്തോലിക്ക ദേവാലയം MCYMന്റെ നേതൃത്വത്തിൽ പാണയം ഗവൺമെന്റ് വെൽഫെയർ ലോ പ്രൈമറി സ്കൂളിലെ 65ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സാധാരണക്കാരന്റെ കുട്ടികളുടെ ആശ്രയമായ പാണയം GWLPSലെ 65ഓളം വരുന്ന വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പാണയം സെന്റ് പോൾസ് മലങ്കര കത്തോലിക്ക ദേവാലയം MCYMന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം റവറൽ ഫാദർ തോംസൺ പഴയച്ചിറ പീടികയിൽ നിർവഹിച്ചു. ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ വാഗ്ദാനങ്ങളെന്ന് ഫാദർ പറയുകയുണ്ടായി. ഇപ്പോൾ ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദേവാലയത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സ്കൂള് എന്ന നിലയ്ക്ക് ഈ സ്കൂളിന് വേണ്ടി എന്തെങ്കിലും നൽകണം, അല്ലെങ്കിൽ ഈ പ്രദേശത്തിന് വേണ്ടി എന്തെങ്കിലും ഈ ദേവാലയത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യണമെന്ന് കുറേ നാളുകൊണ്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് ഈ പഠനോപകരണ വിതരണം. നാളത്തേക്കായി ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുകയും പാഠ്യവിഷയങ്ങളെ അടുത്തറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമെന്നും ഫാദർ കൂട്ടിച്ചേർത്തു. MCYM ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനീഷ് K വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് നസറുദ്ദീൻ സ്വാഗതം ആശംസിച്ചു. പഠനോപകരണങ്ങൾ ലഭിച്ചതോടെ വിദ്യാർത്ഥികളും സന്തോഷത്തിലായി. അവരുടെ കളിതമാശകൾ ഞങ്ങളുടെ ക്യാമറയ്ക്കും ഒരു നേരം പോക്കായി. തുടർന്ന് സ്കൂൾ HM ഒസീല, SMC ജനറൽ സെക്രട്ടറി G പ്രദീപ്, SDC കൺവീനർ ഹരിരാജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. മാർ ഏലിയാസ് ഓർത്തഡോക്സ് ചർച്ച് മീൻകുളം ഇടവകയിൽ നിന്നും ഗീവർഗീസ് ജേക്കബ് തരകൻ വൈദിക പട്ടം സ്വീകരിച്ചു. വ്യാഴാഴ്ച ചണ്ണപ്പെട്ട മീൻകുളം മാർ ഏലിയാസ് ഓർത്തഡോക്സ് ചർച്ചിൽ വെച്ചു നടന്ന ചടങ്ങിലാണ് മീൻകുളം ഇടവകംഗം കൂടിയായ ഗീവർഗീസ് ജേക്കബ് തരകൻ വൈദിക പട്ടം സ്വീകരിച്ചത്. ചടങ്ങിന് ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി നേതൃത്വം നൽകി. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രഹസ്യങ്ങൾക്ക് ദൃക്സാക്ഷിയായിരിക്കാൻ ബഹുമാനമുള്ളതും വിലതീരാത്തതുമായ ഈ നഗരം ശ്രേഷ്ഠമായ ഈ പദവിക്ക് അയോഗ്യനായ ഗ്രഹീത മുഖാന്തരം സ്ഥാപിക്കാൻ അത്യുന്നതനായ ദൈവത്തിന് ശുശ്രൂഷയ്ക്കും ഉന്നതവും അതുല്യവുമായ. പരിപാടിയിൽ ഫാദർ പ്രൊഫസർ ബേബി തോമസ്, ഫാദർ ജോൺ ഫിലിപ്പ് കരവാളൂർ, ഫാദർ ജേക്കബ് K തോമസ്, ഫാദർ A ലൂക്കോസ്, പ്രൊഫസർ ഫാദർ പ്രകാശ് K തോമസ്, മാർ ഏലിയാസ് ഓർത്തഡോക്സ് ചർച്ച് മീൻകുളം ഇടവക വികാരി ഫാദർ കോശി അലക്സാണ്ടർ ആഷ്ബി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. റബ്ബർ വിലയിടിവ് തടയുമെന്ന് സർക്കാർ പറയുമ്പോഴും റബ്ബർ കർഷകരെ ദുരിതത്തിലാഴ്ത്തി റബ്ബറിന്റെ വില താഴേക്ക് തന്നെ. കർഷകർ മറ്റ് കൃഷികളിലേക്ക് തിരിയുന്നു. ഒരു കാലത്ത് മലയാളിയുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്ന റബ്ബർ മലയാളിക്ക് തിരിച്ചടിയാകുന്നു. റബ്ബർ വില ദിനംപ്രതി കുറയുന്നതുമൂലം റബ്ബർ കർഷകരും റബ്ബറിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരും പ്രതിസന്ധിയിലാകുന്നു. 1 കിലോഗ്രാം റബ്ബറിന് ഏകദേശം 120 രൂപയാണ് ഇപ്പോഴത്തെ വില. വിലത്തകർച്ച മൂലം പലരും മരങ്ങൾ മുറിച്ചു മാറ്റി മറ്റ് കൃഷികളിലേക്ക് പോകാൻ തയ്യാറാകേണ്ട സ്ഥിതിയായിരിക്കുന്നു.
വില കുറഞ്ഞതോടെ മിക്ക കടകളും അടഞ്ഞ സ്ഥിതിയിലാണ്. ദിനംപ്രതി ലക്ഷങ്ങളുടെ വരുമാനമുണ്ടാക്കിയിരുന്ന പല റബ്ബർ കടകളും വല്ലപ്പോഴും മാത്രം തുറക്കുന്നു. റബ്ബർ ബോർഡിന്റെ കഴിഞ്ഞ മീറ്റിംഗിലും റബ്ബറിന്റെ വില തകർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്തെങ്കിലും കാര്യമായ മാറ്റങ്ങളൊന്നും ഉടനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മിക്ക റബ്ബർ കർഷകരും ഞങ്ങളോട് പറഞ്ഞു. ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. റബ്ബർ കൃഷിയിൽ നിന്നും പ്രയോജനമില്ല വരുന്നതുകൊണ്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുപോലെ ടാപ്പിങ്ങിൽ ഇപ്പോൾ ആദായം വളരെ കുറവാണ്. കഴിഞ്ഞ വർഷം കിട്ടിയതിൽ നിന്നും പാൽ വളരെ കുറവാണ്. ഈ വർഷം ലേബർ ചാർജ് കൂടുതലും. കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യമാണ്. ഒരുപാട് ഷീറ്റുകൾ പൈസ ഉടനെ ആവശ്യമില്ലാത്തവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ചിട്ടികളെല്ലാം നടക്കുന്നതെല്ലാം ഇപ്പം പെൻഡിങ്ങാണ്. ഈ റബ്ബർ ഉദ്ദേശിച്ച KSPയിലും ഓരോ ചിട്ടികൾ ആൾക്കാർ തുടങ്ങിയതെല്ലാം പെൻഡിങ്ങായിട്ട് കിടക്കുക. ഇപ്പം ചിട്ടി റബ്ബർ ബോർഡിൻ്റെ കഴിഞ്ഞ മാസമുള്ള മീറ്റിങ്ങിൽ അവരും പറഞ്ഞു ഉടനെ പ്രതീക്ഷയൊന്നും വേണ്ട, കിടക്കുന്ന റബ്ബറുകൾ മുറിച്ചിട്ട് വേറെ തൈ ഇടാനാണ് പറയുന്നത്, പഴയ മരങ്ങൾ. അല്ല, അതിന് ഉടനെയൊന്നും പ്രതീക്ഷ വേണ്ടെന്നാണ്. സബ്സിഡി പുതിയ തൈ വയ്ക്കുന്നതിനുണ്ട് സബ്സിഡി, അത് കുറവാണ്. സർക്കാരിൽ നിന്ന് വല്ലതും കിട്ടുവാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എഴുത്ത് നിലവാരം ഇപ്പോഴും 120-125 ഒരു മാസമല്ല, നേരെ പകുതി വിലയല്ല ഉള്ളൂ. ഇപ്പോഴും 3-4 വർഷത്തെ അപേക്ഷിച്ച് നേരെ പകുതി വില. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സബ്സിഡി കിട്ടുകയാണെങ്കിൽ ഒരു പരിധിവരെ റബ്ബറിന്റെ വിലത്തകർച്ചയെ നിയന്ത്രിക്കുവാൻ സാധിക്കും. റബ്ബറിൽ നിന്നും വിറ്റ് വീഴുന്ന പാൽ പോലെ റബ്ബർ കർഷകരുടെ ജീവിതവും പ്രതിസന്ധിയിലാവുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കേരളത്തിൽ കാലവർഷമെത്താൻ വൈകുന്നു. വെള്ളിയാഴ്ചയോടെ മഴയെത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. സ്കൂൾ തുറക്കുമ്പോൾ മഴ നനഞ്ഞു പോവുകയും വരികയും ചെയ്യുന്ന കുട്ടികളെ പണ്ടൊക്കെ കാണാമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതിയാകെ മാറി. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഈ വർഷം കേരളത്തിൽ മഴയെത്താൻ വൈകുന്നു. 2 ദിവസമായി ചെറുതായി മഴയുണ്ടെങ്കിലും ഇടവപ്പാതിയുടെ ലക്ഷണങ്ങൾ ആയിട്ടില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മെയ് 30-ന് കാലവർഷം എത്തുമെന്നാണ് മുൻപ് കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ച മഴയെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ വേഗം കുറഞ്ഞതിനാലാണ് ഇടവപ്പാതി മഴയെത്താൻ വൈകുന്നത്. എന്നാൽ മാലദ്വീപ്, കന്യാകുമാരിയുടെ തെക്ക് ഭാഗം, ശ്രീലങ്കയുടെ പടിഞ്ഞാറ് ഭാഗം എന്നിവിടങ്ങളിൽ മൺസൂൺ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. കേരളത്തിൽ കാലവർഷം ശക്തമാകുമ്പോൾ മഴക്കാല രോഗങ്ങളും വർദ്ധിക്കാനിടയുണ്ട്. അതിനാൽ മുൻകരുതൽ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പുകൾ നൽകുന്നു. രോഗപ്രതിരോധത്തിനും വ്യക്തി ശുചിത്വം അനിവാര്യമാണ്. അതുപോലെ പോഷകാഹാരം, ശുദ്ധവായു, ശുദ്ധജലം, വ്യായാമം എന്നിവ ആവശ്യമാണ്. പരിസര മലിനീകരണമാണ് പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള കാരണം. വീടും പരിസരവും നാം തന്നെ സ്വന്തമായി സൂക്ഷിക്കണം. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ ശ്രദ്ധിക്കുന്നതാണ്. ആരോഗ്യവകുപ്പ് എത്ര തന്നെ മുൻകരുതലെടുത്താലും ഓരോ വ്യക്തിയുടെയും ശുചിത്വവും സ്വന്തം ഉത്തരവാദിത്തമായി കണ്ട് നിറവേറ്റണം. ന്യൂസ് ഡെസ്ക്, ADV ന്യൂസ്. ഡയാലിസിസ് രോഗികൾക്ക് ആശ്വാസമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സൗജന്യ ഡയാലിസിസ് സെന്റർ ഒരുങ്ങുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇനി മുതൽ സൗജന്യ ഡയാലിസിസ്. സാധാരണക്കാരായ രോഗികൾ ദിനംപ്രതി ഏറെ എത്തിച്ചേരുന്ന പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ ഒരു സേവനം കൂടി വരുന്നതോടുകൂടി കേരളത്തിലെ മറ്റ് താലൂക്ക് ആശുപത്രികളിൽ നിന്നും വേറിട്ട് നിൽക്കുകയാണ് പുനലൂർ താലൂക്ക് ആശുപത്രി. സഞ്ജീവനി ഡയാലിസിസ് യൂണിറ്റിന്റെ 1ാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് എന്ന് മുനിസിപ്പൽ അധ്യക്ഷ രാധാമണി വിജയാനന്ദ് അറിയിച്ചു. പ്രതിമാസം 800ഓളം ഡയാലിസിസ് നടക്കുന്നുണ്ട്. വേൾഡ് ബാങ്കിന്റെ സഹായത്താലാണ് മുനിസിപ്പാലിറ്റി ഡയാലിസിസ് കേന്ദ്രം സ്ഥാപിച്ചത്. പുനലൂർ സൗഹൃദവേദി, മാർത്തോമാസ് സുറിയാനി സഭ, അസംബ്ലീസ് ഓഫ് ഗോഡ്, NK പ്രേമചന്ദ്രൻ MP ഇവരുടെയൊക്കെ സഹായവും ഈ യൂണിറ്റിന് ലഭിച്ചിട്ടുണ്ട്. 8 ഡയാലിസിസ് ടെക്നീഷ്യന്മാരും 10 സ്റ്റാഫ് നേഴ്സും അടങ്ങുന്നതാണ് സഞ്ജീവനി ഡയാലിസിസ് യൂണിറ്റ്. സംസ്ഥാന തലത്തിൽ തന്നെ പുനലൂർ താലൂക്ക് ആശുപത്രി വളരെ മുന്നിലാണ്. പ്രവർത്തന മികവിന്റെ പേരിൽ നിരവധി പുരസ്കാരങ്ങളും ആശുപത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എക്സലന്റ് അവാർഡിന് അർഹമായി. കഴിഞ്ഞ വർഷവും ഇതേ അവാർഡ് ലഭിച്ചിരുന്നു. സുഗന്ധം പരത്തുന്ന ആശുപത്രി എന്നാണ് ആശുപത്രിയിലെത്തുന്ന രോഗികൾ പോലും പറയുന്നത്. ആശുപത്രിയിലെ വൃത്തിയും മാലിന്യ സംസ്കരണ സംവിധാനവും ജീവനക്കാരുടെ പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ആശുപത്രി സൂപ്രണ്ട് ഷാഹിർഷയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നത്. ഈ മാസം 5-ന് എറണാകുളം IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ആര്യാടൻ മുഹമ്മദ് താലൂക്ക് ആശുപത്രിക്കുള്ള പുരസ്കാരം അധികൃതർക്ക് കൈമാറും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ കാലവർഷമെത്താൻ വൈകുന്നു. വെള്ളിയാഴ്ചയോടെ മഴയെത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ.
വെൽഫെയർ പാർട്ടി ഭൂസമര സമിതിയുടെ ആഭിമുഖ്യത്തിൽ അഞ്ചൽ വില്ലേജ് ഓഫീസിലേക്ക് പ്രകടനം നടത്തി. ഗായകനായ അഞ്ചൽ കരുകോൺ സ്വദേശി ഷിബു ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി കഴിയുന്നത് ദുരിതക്കയത്തിൽ. YCMന്റെ നേതൃത്വത്തിൽ പാണയം ഗവൺമെന്റ് വെൽഫെയർ ലോ പ്രൈമറി സ്കൂളിലെ 65ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. റബ്ബർ വിലയിടിവ് തടയുമെന്ന് സർക്കാർ പറയുമ്പോഴും റബ്ബർ കർഷകർ ദുരിതത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.